ശ്രീജിത്ത്, സർക്കാർ സ്പോൺസേഡ് പണിമുടക്കായതുകൊണ്ട് കേരളത്തിലെ പോലീസ് എന്തായാലും ഈ ഗുണ്ടായിസം അഴിച്ചുവിട്ടവർക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യത കുറവാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ പൊതുപണിമുടക്കിൻ്റെയും അതുപോലെ ഹർത്താലിൻ്റെയും ഒക്കെ മറവിൽ ആക്രമണം അഴിച്ച് വിടുന്നവർക്കെതിരെ കർശന നടപടികൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ചില കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, നിയന്ത്രണങ്ങൾ ഒക്കെ ഏർപ്പെടുത്തിയിരുന്നു. കോടതിക്ക് കുറച്ചുകൂടി കടുപ്പിക്കേണ്ടതല്ലേ? ഇങ്ങനെ വിട്ടാൽ മതിയോ? നിശ്ചയമായും അത് കുറച്ചുകൂടി കടുത്ത നിലപാട് ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതാണ്. അതിനുവേണ്ടി കൃത്യമായ ഡയറക്ഷൻസ് സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടതുമാണ്. പ്രത്യേകിച്ച് ഇതൊക്കെ തന്നെ നേരത്തെ കൂട്ടി പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. പണ്ട് പറയുന്നത് പോലെയുള്ള വാട്സാപ്പ് വഴി ആഹ്വാനം ചെയ്തിട്ടുള്ള പണിമുടക്കോ ഹർത്താലോ ഒന്നും അല്ലല്ലോ ഇപ്പം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ ഇത് ഡിക്ലെയർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു തരത്തിലും പൊതുജനങ്ങളുടെ ജീവിതത്തിനെയോ അല്ലെങ്കിൽ അവർക്ക് തൊഴിലെടുക്കുന്നതിനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിനെയോ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെയോ ഒന്നും തന്നെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഇനിയെങ്കിലും കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് സർക്കാരിന് നൽകേണ്ടതാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഈ ഡയസ്നോൺ പ്രഖ്യാപിക്കുന്ന സമയത്ത് ആ സർക്കുലറിന്റെ ഭാഗമായിട്ട് തന്നെ പറയുന്ന കാര്യം ജീവനക്കാർ ജോലിക്ക് ഹാജരാകുന്നവർക്ക് അതിനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ തത്വത്തിൽ സർക്കാർ ഉൾപ്പെടെ പറയുന്നത് ആൾക്കാരാരെങ്കിലും ജോലിക്കായിട്ട് ഒരു പണിമുടക്ക് ദിവസം വരുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അവിടെ ഉണ്ടാകണമെന്നാണ്. അപ്പോൾ അവിടെ പൊടുന്നനെ അവരിങ്ങനെ പ്രത്യക്ഷപ്പെടുകയല്ലോ. അവര് സ്വന്തമായിട്ടുള്ള ഗതാഗത മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ സമയത്ത് അവരെത്തുന്നത്. പക്ഷെ അവിടെ തന്നെ വഴിയിൽ വെച്ച് തന്നെ അവരെ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരുടെ വാഹനം വേണമെങ്കിൽ വാൻഡലൈസ് ചെയ്യുന്നതിനും ഒക്കെയുള്ള സംവിധാനമുണ്ട്. അതിനോടൊപ്പമാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെതിരെ ഉണ്ടാകുന്ന ഈ രീതിയിലത്തേക്കുള്ള അവഹേളനം, തെറിവിളിക്കൽ, ഈ പരിപാടികളെല്ലാം ഉണ്ട്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പെട്ടെന്ന് ഇതിനോട് പ്രതികരിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിവിൽ സ്റ്റേഷനിലെ ഒരു ജീവനക്കാരൻ ഈ രീതിയിൽ അതിശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കസേരയിൽ നിന്ന് ഒരു ഇഞ്ച് പോലും അനങ്ങാതെ അവിടെ നിന്നിട്ട് നീയൊക്കെ ഏതാ എന്ന രീതിയിലത്തേക്ക് ചോദിക്കുകയാണ്. അതേ രീതിയിലത്തേക്കുള്ള തൻ്റെ ഇടം എല്ലാവരും കാണിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും എല്ലാ ആൾക്കാർക്കും പ്രാക്ടിക്കലായിട്ടുള്ള പല ഗ്രൗണ്ട്സും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് സാധിക്കണമെന്നില്ല. ഇന്ന് തന്നെ കണ്ടു ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി, എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലയിലാണെന്ന് തോന്നുന്നു, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയോട് ഇതേപോലെ കുറേയധികം ആൾക്കാർ ഇങ്ങനെ വട്ടം കൂടി അയാളെ ജോലിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സമയത്ത് അയാൾ ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചോദ്യം ചെയ്യുന്ന ആൾക്കാർ ഇവിടെ കൂടുതലായിട്ട് ഉണ്ടായി വരണം. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇത്തവണ മുമ്പൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി ആൾക്കാർക്ക് ഒരു കൺട്രോൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. ഒന്നുമല്ലെങ്കിലും ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവര് കടയടപ്പിക്കാനായിട്ട് വരും എന്ന് കരുതി അറിഞ്ഞു തന്നെ കട തുറന്നു വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ കൂടി സംരക്ഷിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഓർഡർ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഒരു പ്രഖ്യാപനം കണ്ടു. ഹർത്താലുമായി ബന്ധപ്പെട്ട് ഒരു നടപടികളും ഒരു തീരുമാനങ്ങളും ഇനി കൈക്കൊള്ളില്ല, ഹർത്താൽ നടപടികളുമായി മുന്നോട്ട് പോവില്ല എന്ന്. ഞാൻ പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട എല്ലാ രാഷ്ട്രീയ സംഘടനകളും ഇത് തന്നെ സ്വീകരിക്കണം. അതായത് ഇത് ഒരു ജനാധിപത്യ മാർഗമല്ല. നമുക്ക് സ്വയമേവ പണിമുടക്കുന്നതിനുള്ള അവകാശം ഉണ്ടായിരിക്കും. പക്ഷേ പൊതുനിരത്തിലിറങ്ങി ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനും സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നതിനും പണിയെടുക്കാൻ പോകുന്ന ആൾക്കാരെ പണിമുടക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. അത് ഭരണഘടനാ വിരുദ്ധമാണ്. അപ്പൊ എന്തിനും ഏതിനും ജനാധിപത്യം, സ്വാതന്ത്ര്യം, സോഷ്യലിസം, സമത്വം എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഈ രീതിയിലത്തേക്കുള്ള സ്ഥിതി സമത്വം നമ്മുടെ സമൂഹത്തിൽ നടപ്പാക്കുന്നതിന് സാധിക്കുന്നില്ല എന്നുള്ള ഒരു വശമുണ്ട്. അപ്പൊ ഇങ്ങനെ നിയമത്തിനെ കയ്യിലെടുത്തുകൊണ്ടുള്ള ഒരു സമരമാർഗവും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. ഇപ്പൊ ഈ ഒരു ലേബർ ലോസ് എല്ലാം തന്നെ കോഡിഫൈ ചെയ്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് അതിനെ എതിർക്കുന്നത് എന്നതിനെ കുറിച്ച് സുവ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഇടത് നേതാവും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഈ വഴിയിൽ ആളെ തടയുന്നത് എന്നും എന്തുകൊണ്ട് നമ്മളിത് ജോലി ചെയ്യരുത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് ആൾക്കാരോട് വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടില്ല. ഈ കണ്ടിരിക്കുന്ന വീഡിയോകളിലെല്ലാം പറയുന്നത് ഈ ബെഞ്ചിലും ഡെസ്കിലും കഥകിലും ഒക്കെ തട്ടിയതിനു ശേഷം ഇറങ്ങിപ്പോയി ഇവിടെ ഇരിക്കുന്നതിന്റെ കാരണം എന്താണ് എന്നാണ്. അപ്പോൾ ഒരു താൽക്കാലിക ജീവനക്കാരന് പോലും, ദിവസവേതനത്തിലുള്ള അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് സ്റ്റാഫിന് പോലും ഈ രീതിയിലത്തേക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ അതിൽ നിന്ന് കിട്ടുന്നില്ല. അതായത് അയാള് ഒരു റീസൺ ഇല്ലാത്ത ഒരു ആബ്സെൻസ് ആണ് എങ്കിൽ അയാളുടെ തൊഴിലിനെ അത് സാരമായി, മറ്റുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ സാരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യം പോലും ഇവർ പരിഗണിക്കുന്നില്ല. അപ്പൊ കാലഹരണപ്പെട്ട നിയമങ്ങളെ പരിഷ്കരിച്ച് അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു സംവിധാനമാണോ നമുക്ക് വേണ്ടത്? ജീവനക്കാരുടെ ഫോർമലൈസേഷൻ ആണോ വേണ്ടത്? തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലത്തേക്കുള്ള നിയമനിർമ്മാണമാണോ വേണ്ടത്? അതോ ഇതിനെയെല്ലാം തന്നെ എതിർത്തുകൊണ്ട് നമുക്ക് ഒരു ലോലെസ്നെസ് ഉണ്ടാക്കുക എന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെയൊക്കെ പ്രയോറിറ്റി എവിടെയാണ് എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. പിന്നെ CPM ഒരു ഇരട്ടത്താപ്പിനെ പറ്റി ശംഖു പറഞ്ഞു. ആ ഇരട്ടത്താപ്പ് നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്നത്. ഇപ്പൊ ഏറ്റവും നല്ല ഉദാഹരണം എനിക്ക് തോന്നുന്നത് PM ശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി വന്നിരുന്നു. ആ സമയത്ത് എന്തൊക്കെ തരത്തിലുള്ള എതിർപ്പാണ് വന്നിരുന്നത്.
നമ്മൾ ഇതിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നിർബന്ധമായി അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഭാഗമാണ്, അതുകൊണ്ട് തന്നെ അതിനെ ഇവിടെ നടപ്പാക്കാനായിട്ട് നമ്മൾ തയ്യാറല്ല എന്നൊക്കെ പറയുകയും ആ ഒരു റെസിസ്റ്റൻസ് ഒക്കെ കുറെ കാലം കാവ്യവൽക്കരണം മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുറെ കാലം പിടിച്ചു നിന്നതിന് ശേഷം കേന്ദ്രത്തിൽ നിന്ന് അതിന്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ തടസ്സമുണ്ട് എന്ന് കണ്ടപ്പോൾ ഓവർനൈറ്റ് എന്നാ പിന്നെ ഞങ്ങളും കംപ്ലൈ ചെയ്തേക്കാം എന്ന രീതിയിലേക്ക് തീരുമാനിക്കും, ഇനി അതുമായി ബന്ധപ്പെട്ട ചട്ടരൂപീകരണത്തിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സർക്കാരാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശയ അടിത്തറ എന്ന് പറയുന്ന ഒരു കാര്യമില്ല. വെറുതെ ഇങ്ങനെ കുറെ അധികം ചട്ടമ്പികൾക്ക് പണ്ടുണ്ടായിരുന്ന ഈ കവല ചട്ടമ്പി എന്നൊക്കെ പറയുന്ന രീതിയിലത്തേക്കുള്ള കുറെ ആൾക്കാർക്ക് അഴിഞ്ഞാടാനുള്ള ഒരു അവസരം എന്നതിനപ്പുറത്തേക്ക് ഒരു കാതലായിട്ടുള്ള ഈ തൊഴിലാളി സംഘടനാ പ്രശ്നവും ഇതുവഴി പരിഹരിക്കപ്പെടുന്നില്ല. അങ്ങനെ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു തൊഴിലാളി സംഘടനാ പ്രശ്നവും നിലവിലുണ്ട് എന്ന്